മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ കുടുംബത്തിനെതിരെ വൻ ഭൂമിയിടപാട് ആരോപണം. സർക്കാർ പുതിയ റോഡ് വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച ഉജ്ജയിനിൽ കുടുംബാംഗങ്ങൾ വാങ്ങിക്കൂട്ടിയത് 168 ഏക്കർ ഭൂമിയാണ്. മോഹൻ യാദവിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മധ്യപ്രദേശിലെ BJP ഭരണം അഴിമതിയുടെ പര്യായമായി മാറിയെന്ന് മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിതു പട്വാരി പറഞ്ഞു. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, എന്താണ് ഈ അഴിമതി ആരോപണം? അർജുൻ, 2023 ഡിസംബറിലാണ് മോഹൻ യാദവ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി എത്തുന്നത്. അന്ന് ശിവരാജ് സിംഗ് ചൗഹാനെ മാറ്റിക്കൊണ്ടാണ് മോഹൻ യാദവിനെ അവിടെ മുഖ്യമന്ത്രിയായി എത്തിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇത്തരത്തിൽ 168 ഏക്കർ ഭൂമി മോഹൻ യാദവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ചേർന്ന് വാങ്ങി എന്നതാണ് ഇപ്പോൾ ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പറയുന്ന പ്രകാരം ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും വലിയ രീതിയിലുള്ള വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച ഉജ്ജയിലാണ് ഇത്തരത്തിലുള്ള ഭൂമി വൻതോതിൽ ഈ കുടുംബാംഗങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഈ കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ മോഹൻ യാദവിന്റെ ഭാര്യ, അതുപോലെ തന്നെ മകന്റെ ഭാര്യ അടക്കമുള്ളവർക്കുമായി ബന്ധപ്പെട്ട ഈ ഏജൻസികളാണ് ഈ ഭൂമി അത്രയും വാങ്ങിയിരിക്കുന്നത്. ഈ വികസന പദ്ധതികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് വലിയ വില വരുമെന്നതാണ് ഈ അന്വേഷണാത്മക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ടായി. ഇത്തരം വികസന പദ്ധതികൾ വരുന്നുവെന്ന് നേരത്തെ അറിയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം ഇടവഴി വലിയ രീതിയിലുള്ള ഭൂമി ഇടപാട് നടത്തിയെന്നുള്ള ആരോപണം ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. അതേസമയം മോഹൻ യാദവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ BJP വൃത്തങ്ങളോ ഈ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. 2021 മുതൽ 2023 വരെയും ഇത്തരത്തിൽ വൻതോതിൽ ഭൂമി ഇടപാട് നടത്തിയിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് ഏകദേശം 178 ഏക്കർ വാങ്ങി എന്നതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനം ഇപ്പോൾ ഈ വിഷയത്തിൽ ഉയർത്തിയിരിക്കുകയാണ്. BJP ഭരണത്തിന്റെ എന്ന് പറയുന്നത് ഒരു അഴിമതിയുടെ പര്യായമായി മാറി എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വതന്ത്രമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ മധ്യപ്രദേശ് കോൺഗ്രസ് ഉയർത്തിയിരിക്കുകയാണ്. അതേസമയം ഈ മോഹൻ യാദവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് 2010 മുതൽ തന്നെ ഇത്തരത്തിൽ ഭൂമി ഇടപാട് അദ്ദേഹത്തിന്റെ കുടുംബം നടത്തുന്നുണ്ട്. അതിൽ വലിയ പ്രശ്നമില്ല, ആർക്ക് വേണമെങ്കിലും ഇവിടെ വേണമെങ്കിലും ഭൂമി വാങ്ങിക്കാമെന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.